നമ്മൾ ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് പോലും എനിക്കിത് അത് നിങ്ങൾ ചുമ്മാ ഇവിടെ ഇരുന്നിട്ട് ചുമ്മാ കസേരയിലിരുന്നിട്ട് പറയുന്നുണ്ട്. അത് ഇപ്പോൾ ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനുമാണ് ട്രെൻഡിങ് ആയിട്ടുള്ള താരങ്ങൾ. നമുക്കറിയാം മാത്തമാറ്റിക്സിൽ സൈൻ തീറ്റയും കോസ് തീറ്റയും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കേട്ടിട്ടുള്ള 2 ടേംസാണ് ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും. ഒരു നോർമലായിട്ട് ഒരാൾ ആലോചിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഡയറക്റ്റ്ലി അയാളുടെ ലൈഫിൽ അതൊന്നും ഉപകാരപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഒരുപാട് മേഖലകളിൽ ഈ പറയുന്ന കാൽക്കുലസ്, ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന മെത്തേഡുകൾ ആക്ച്വലി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെഹിക്കിൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, ഈവൻ ബ്രിഡ്ജുകൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വരെ അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇൻ്റഗ്രേഷനാണ് യൂസ് ചെയ്യുക. അങ്ങനെയാണ് എത്ര മെറ്റീരിയൽസ് യൂസ് ചെയ്യണം എന്നുള്ളൊരു എസ്റ്റിമേഷൻ എഞ്ചിനീയേഴ്സ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈവൻ മെഡിസിൻ നോക്കിക്കഴിഞ്ഞാലും നമ്മളൊരു മെഡിസിൻ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കോൺസെൻട്രേഷൻ ബ്ലഡിൽ കൂടുന്നതും അതിൻ്റെ ചേഞ്ച് കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ കാൽക്കുലസ് മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ AI പോലുള്ള ടൂൾസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഒരുപാട് ഒപ്റ്റിമൈസേഷൻ അൽഗോരിതംസ്, മെഷീൻ ലേണിംഗ്, ഇമേജ് പ്രോസസ്സിംഗ് അൽഗോരിതംസ് അടക്കം ഡെവലപ്പ് ചെയ്യാൻ കാൽക്കുലസിൻ്റെ ആവശ്യം ആക്ച്വലി വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ഓട്ടോമൊബൈൽസിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം, ക്രൂയിസ് കൺട്രോൾ സിസ്റ്റംസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നിടത്ത് ആക്സിലറേഷനും വെലോസിറ്റിയും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വേണം ചെയ്യാൻ. ഇവിടെയൊക്കെ നമ്മൾ ഈ കാൽക്കുലസ് അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ടെക്നിക്കുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്തിനേറെ പറയുന്നത് നമ്മുടെ വെതർ ഫോർകാസ്റ്റിങ്ങിലടക്കം ഓവർ എ പീരീഡ് ഓഫ് ടൈം ടെമ്പറേച്ചറിലും പ്രഷറിലും വരുന്ന ചേഞ്ചസ് കാൽക്കുലേറ്റ് ചെയ്യാനും പ്രെഡിക്റ്റ് ചെയ്യാനും ഇത്തരത്തിലുള്ള മാത്തമാറ്റിക്കൽ മോഡൽസ് തന്നെയാണ് ആക്ച്വലി ഉപയോഗിക്കുന്നത്. അപ്പോൾ മേ ബി നമ്മുടെ ഡെയിലി ലൈഫിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നമ്മൾ ഇൻ്റഗ്രേഷൻ ഉപയോഗിക്കുന്നുണ്ടാവില്ല. പക്ഷേ +1 +2 സയൻസിൽ ഇതെല്ലാം മാത്തമാറ്റിക്സിൽ ഇതെല്ലാം പഠിച്ചു പോയിട്ടുള്ള ആളുകൾ തന്നെയാണ് നമ്മുടെ ലൈഫ് ഹെൽപ്ഫുൾ ആക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഈസിയർ ആക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് ടെക്നോളജീസിൽ മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം +1 +2 നമ്മൾ ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ പോലുള്ള ടഫർ ആയിട്ടുള്ള മാത്തമാറ്റിക്സ് പഠിക്കുമ്പം അതിൽ ഒരുപാട് ആളുകൾ ഭാവിയിൽ അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള നല്ല വർക്കുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.